ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാൻറ്റിന് സിബ് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ്, നമ്മൾ ഈ രണ്ട് ഭാഗത്തുള്ള പീസുകളും നമ്മൾ ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിബ് ഫിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു മാർക്കിങ് കൊടുത്തു വെക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ചോക്ക് മാർക്കിങ് കൊടുത്തു വെക്കുന്നു. ഇനി അതുപോലെ തന്നെ കണ്ടോ, ഇത് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള പീസുമാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിന് വേണ്ടി നമ്മളൊരു 3 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ, 3 പീസ് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇതിന് നമ്മൾ 2 ഇഞ്ച് വീതിയാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൽ നമ്മൾ 2 പീസ്, കണ്ടോ, ഒരു പീസിന് മുകളിൽ ഒരു പീസായി വെക്കുക. 3 പീസിൽ നമ്മൾ 2 പീസ് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിടുന്നു. കേട്ടോ, ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ നല്ലവണ്ണം ഈ ഒരു സൈഡ് വശം റൗണ്ടൊക്കെ നല്ല കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ റൗണ്ടിലൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് വശം കണ്ടോ, നമ്മൾ ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മാറ്റി വെക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ പീസ്, നമ്മുടെ 3ാമത്തെ പീസാണിത്. 2 പീസും ആദ്യം തയ്ച്ചു. ഇനി 3ാമത്തെ പീസ് തയ്ക്കുവാൻ വേണ്ടി ഇതുപോലൊരു ഉൾവശത്ത് കൊടുക്കാൻ ഒരു പീസ് കൊടുക്കുന്നു. അത് നമുക്ക് ഷർട്ട് പീസൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിനെ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡ് ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊണ്ടുവരുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇതുവഴിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സൈഡിൽ കൂടിയല്ല, ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ അല്പം ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ബാക്കി ഭാഗം നമ്മൾ ഉള്ളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പീസിന് തയ്ച്ചാൽ ഉൾവശം ഉണ്ടാവുക. കണ്ടോ, ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഈ 2 പീസിനെയും കണ്ടോ നമ്മുടെ ഉൾവശത്ത് നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ഈ ഒരു പീസ് നമ്മുടെ ഈ ഒരു പാൻറ്റിനെ നല്ല വശത്ത് വരുന്ന രീതി, നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് നഖം വലിച്ച് നിവർത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ മുകളിൽ വരുന്ന ഈ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നിർബന്ധമായും കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ സിബ് ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ സിബ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് സിബ് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ ഒരു സിബിനെ കണ്ടോ ഇതുപോലെ വരുന്നുണ്ട്. ഇതിനെ നമ്മൾ നേരെ ഇതുപോലെ മറിച്ച് വെക്കുക. കേട്ടോ, എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് ഇവിടെ ഇത് കൊടുക്കുന്നു. ഈ ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം, ആ സൈഡ് ഭാഗത്ത് ഈ ഒരു സിബിൻ്റെ സൈഡ് ഭാഗം വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് 2 സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പീസിനെ കറക്റ്റ് നമ്മുടെ അളവിൽ ഇതുപോലെ മടക്കി വെക്കുന്നു. അപ്പോൾ മുകളിൽ കണ്ടോ നമ്മളത് കറക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കറക്റ്റായി കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടോ ഇതുപോലൊരു സ്കെച്ച് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പിൽ നമുക്കൊരു 1.25 പോയിൻ്റൊക്കെ വീതിയിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഷേപ്പിലൊരു പീസ് ഇതുപോലെ ഒരു സ്കെച്ച് നിർമ്മിച്ചെടുത്ത് നിങ്ങൾക്കിതുപോലെ വരഞ്ഞ് ആ ഒരു വരയിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഈ ഒരു സ്കെച്ച് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ടിൽ ചെയ്ത സമയത്ത് നിങ്ങൾക്കത് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ആ ഒരു സിബിൻ്റെ ഉൾവശത്തുള്ള പീസിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കോൺ വരെ കണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മുടെ ഈ ഒരു സിബിനെ ഇതുപോലെ ഒന്ന് ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മളിത് നോ പ്ലീറ്റ് പാൻറ്റ്, പ്ലീറ്റ് ഇല്ലാത്ത പാൻറ്റിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു സിബ് ഫ്ലൈയുടെ ഭാഗം കണ്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ നല്ല വൃത്തിയോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ, ആ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് തുടങ്ങും. കറക്റ്റ് നമ്മൾ ആ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഉൾവശത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സിബിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കണ്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഉൾവശം ആ ഒരു ഫ്ലൈയുടെ ആ ഒരു ഭാഗം കണ്ടോ കവർ ചെയ്ത് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ നിൽക്കും. നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി രണ്ടാമത്തെ പീസ് ഇതിനെ ഇതുപോലെ ഇവിടെ മറിച്ച് വെക്കുക. നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പീസ് നമ്മളിവിടെ ആദ്യ ഭാഗത്ത് പിടിച്ച തുന്നത്തുണിക്ക് അതേ അളവിൽ നമ്മൾ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ കേട്ടോ ഇവിടെ നിന്ന് നമുക്കത് കറക്റ്റ് നമ്മുടെ ആ ഒരു ചോക്ക് മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഫ്ലൈയുടെ തുണിയുടെ ഒരു 1/4 ഇഞ്ചെങ്കിലും മുകളിൽ വരുന്ന രീതിയിൽ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നു. ആ ഒരു പീസിനെ നമ്മൾ ഉൾവശത്തേക്ക് കണ്ടോ ആ ഒരു കട്ട് ചെയ്ത പീസിന് ഉൾവശത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ അതിനുശേഷം നമ്മുടെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ച് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് ഇവിടെ കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. നമ്മളിത് നോ പ്ലേറ്റ് പാൻറ്റിന് സിബ് ഫിറ്റ് ചെയ്യുന്ന മോഡലാണ് നമ്മൾ ഇതിന് വേണ്ടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് പ്ലീറ്റൊക്കെയുള്ള പാൻറ്റിൽ നമ്മുടെ ഇവിടെ മുകളിൽ ഫ്ലൈയുടെ സൈഡ് വശത്ത് ആ ഒരു സ്റ്റിച്ച് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കണ്ടോ. നമ്മൾ ഇതുപോലെ കറക്റ്റ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയത് കണ്ടോ. നമ്മുടെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ല ചുളുക്കൊന്നുമില്ലാതെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പീസും അതുപോലെ സ്റ്റിച്ചും കണ്ടോ കറക്റ്റായി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുവാൻ പ്രചോദനമാകുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി